Hi students, നമ്മൾ ഇന്ന് writing for magazine എന്നൊരു topic ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പേഴ്സ് കഴിഞ്ഞു, ഇനി നമ്മൾ മാഗസീനെ കുറിച്ച് പഠിക്കുന്നു. സോ writing for magazines എന്നാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പേര്. അതിൽ നമ്മൾ മാഗസീൻ്റെ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, മാഗസീനും ന്യൂസ് പേപ്പറും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, മാഗസീൻ റൈറ്റിംഗിന്റെ ഒരു ബേസിക്സ് എന്താണ്, മാഗസീൻ റൈറ്റിംഗ് സ്റ്റൈൽസ് എന്തൊക്കെയാണ്, മാഗസീന്റെ ഹിസ്റ്ററി എന്താണ്, ടൈപ്സ് ഓഫ് മാഗസീൻസ്, കണ്ടന്റ് ഓഫ് മാഗസീൻ, then what about the future of magazines, ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കും. സോ you will be able to discover the characteristics of magazines and you can compare the difference between a newspaper and a magazine. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു ഡെയിലി ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ബ്രിങ്സ് യു ന്യൂസ് ആൻഡ് വ്യൂസ് എവറി 24 hours remains fresh only for a short period of time, അല്ലേ? Your reading appetite slowly vanishes after the first read and you may not touch it again for a serious analytical reading because we have radio, TV, internet, social network, etc. So രാവിലെ നേരം വെളിച്ചായ സമയത്ത് പലർക്കും ന്യൂസ് പേപ്പർ വായിക്കണം എന്നുള്ളതൊരു ദിനചര്യയാണ്. അത് വായിച്ചില്ലെങ്കിൽ പലർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു വായന കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ന്യൂസ് പേപ്പർ ഒരിക്കലും വേറെ ഒരാൾ എടുക്കില്ല. അത് വേറെ വല്ല എന്തെങ്കിലും പേപ്പർ കട്ടിങ്സിന് വേണ്ടിയോ ഒക്കെ എടുക്കും എന്നല്ലാതെ പിന്നീട് അതിനോട് യൂസ് ഇല്ല. പക്ഷേ മാഗസിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മാഗസിൻ എന്ന് പറഞ്ഞാൽ that is issued periodically and it generally contains essays, stories, poems, articles, fiction, images, etc. So they are directed at general and special audience, often published on a weekly or monthly basis. Weekly ഉണ്ട്, monthly ഉണ്ട്. അപ്പോൾ മാഗസീൻ എന്നൊരു വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയോ? അതൊരു അറബിക് വേർഡിൽ നിന്നുമാണ് മാഗസീൻ എന്നൊരു വേർഡ് വന്നത്. അറബിക് വേർഡ് ആയിട്ടുള്ള മെക്കാസിൻ എന്നൊരു വേർഡിൽ നിന്ന്. അതിന്റെ അർത്ഥം വരുന്നത് സ്റ്റോർ ഹൗസ് എന്നാണ്. സോ മാഗസീൻ ഒരു സ്റ്റോർ ഹൗസ് ആണ്, അല്ലെ? ഒരു സ്റ്റോർ ഹൗസ് ആണ്. അപ്പം 1731 1731 ഒരു മാഗസീൻ വന്നു. അതിന്റെ പേരാണ് ജെന്റിൽമെൻസ് മാഗസീൻ. ജെന്റിൽമെൻ മാഗസീൻ എന്നാണ് ആ മാഗസീന്റെ പേര്. സോ ഇതാണ് ലോകത്തെ ആദ്യത്തെ മാഗസീൻ എന്ന് ഹിസ്റ്ററി പറയുന്നത്. ജെന്റിൽമെൻസ് മാഗസീൻ ആണ് ദ വേൾഡ്സ് ഫസ്റ്റ് മാഗസീൻ. അതിനുശേഷം നമുക്ക് ഒരുപാട് മാഗസീൻസ് വന്നു. എക്കണോമിസ്റ്റ്, പിന്നെ ഫ്രണ്ട് ലൈൻ, നമുക്ക് ഒരുപാട് സ്പോർട്സ് മാഗസീൻസ് ഉണ്ട്, മോഡലിംഗ് മാഗസീൻസ് ഉണ്ട്, കാർ ബ്രാൻഡഡ് ആയിട്ടുള്ള മാഗസീൻസ്, സ്പെഷ്യലൈസ്ഡ് മാഗസീൻസ് ഉണ്ട്, ജനറൽ മാഗസീൻസ്, മലയാളത്തിൽ പോലും വനിത, ഗൃഹലക്ഷ്മി, അങ്ങനെ ഒരുപാട് മാഗസീൻസ് ഉണ്ട്. അപ്പം മാഗസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in the present age of the tablet and social media, idea of a magazine is returning to its storehouse roots. Magazine still represents the idea of a bunch of thematically related content put together as one package. നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒന്നായിരിക്കും അതിലെ ആ ഒരു ഇമേജസും ഫോട്ടോസ് കാണാൻ. അപ്പോൾ വെറുതെ ഒരു വനിത എന്നൊരു മാഗസീൻ എടുത്ത് നോക്കാൻ പോലും ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെ, കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ്, ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒക്കെ നല്ല ഗ്ലോസി, ആ പേപ്പർ തന്നെ ഭയങ്കര ഗ്ലോസി ആയിരിക്കും. അപ്പൊ ഫോട്ടോസ് കാണാനും ഒരു ടൈം പാസിന് വേണ്ടി പലരും ഇത് എടുക്കും, യൂസ് ചെയ്യും, അല്ലെ? ഇടയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, നിങ്ങൾ ഉറക്കം കൂട്ടുവായിടരുത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസീൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസീൻസ്. അപ്പം എന്താണ് ഒരു മാഗസീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് ഒന്നും മാഗസീൻ ഉണ്ടാവില്ല, അല്ലെ? നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിട്ടും ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഏതൊരു സാധാരണക്കാരനും അത് വിച്ച് കാറ്റേഴ്സ് ടു ദ ജനറൽ പബ്ലിക്, അതല്ലേ? അല്ലെ, ജനറൽ പബ്ലിക്കിനെ
aim ചെയ്ത് ചെയ്യുന്ന ഒന്നാണ്. And they usually cover a wide range of topics based on research, source comments, and generalization. And articles are usually written by a staff writer or a journalist. In some cases, interesting articles of freelancers are also encouraged. Magazine don't necessarily follow a specific format. ഒരു സ്പെസിഫിക് ഫോർമാറ്റോ ഒരു സ്ട്രക്ചറോ ഒന്നും മാഗസീൻ ഉണ്ടാവില്ല. സ്പെസിഫിക് ഫോർമാറ്റോ ഒരു സ്ട്രക്ചർ ഒരു ആർട്ടിക്കിൾസ് എഴുതുന്നതിനോ അങ്ങനെ ഒരു ഫോർമാറ്റും സ്ട്രക്ചറും ഒന്നും ഉണ്ടാവില്ല. ഒരു കാണാൻ അട്രാക്റ്റീവ് ആയിരിക്കണം, ഐ കാച്ചിങ് കവർ പിക്ചേഴ്സ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതാണ് മാഗസീൻ. സോ ഒരു ന്യൂസ് പേപ്പറും മാഗസീനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും. ഇപ്പം കോമൺ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ അവരുടെ സൈസിലും അപ്പിയറൻസിലും കണ്ടന്റിലും സ്റ്റൈലിലും ടാർഗറ്റ് ഓഡിയൻസിലും ഡിസൈനിലും ലേഔട്ടിലും റീഡബിലിറ്റിയിലും അഡ്വർടൈസ്മെന്റ്സിലും എല്ലാത്തിലും അവർക്ക് അവരുടേതായ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ സൈസ് വെച്ച് നോക്കുമ്പം എന്താണ് ഒരു ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിഗർ ഇൻ സൈസ് ആയിരിക്കും. അത് ഫോൾഡ് ചെയ്യാൻ പറ്റും. രണ്ട് ബിഗർ ഇൻ സൈസ് ആയിരിക്കും. അത് ഫോൾഡഡ് ആയിരിക്കും. ആ ഒരു ഫോൾഡഡില് സെന്ററിലെ പേജ് ആയിരിക്കും. ആ ഫ്രണ്ട് പേജ് ആയിരിക്കും വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഫ്രണ്ട് പേജിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി ഉണ്ടായിരിക്കും. ഹാർട്ട് ഓഫ് ദ പേജ് എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പേജ് ആയിരിക്കും. സോ നമുക്കറിയാം ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു സ്റ്റൈൽ എന്താണ് എന്ന്. അപ്പം ഒരു ന്യൂസ് പേപ്പർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസ് വലുതായിരിക്കും. പക്ഷെ മാഗസീൻ അങ്ങനെ ആയിരിക്കില്ല, അല്ലേ? അതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പേഴ്സിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർലി ആയിരിക്കും, ബ്രീഫ്ലി ആയിരിക്കും, ഒബ്ജക്റ്റീവ്ലി ആയിരിക്കും. ഒരുപാട് ന്യൂസസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ചെറിയൊരു രീതിയിൽ 2-3 ലൈനിൽ വരെ ന്യൂസസ് ഉണ്ടായിരിക്കും. പക്ഷെ മാഗസീനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു കറണ്ട് ഇഷ്യൂവോ പബ്ലിക് ഇൻട്രസ്റ്റിന് ഇഷ്ടമുള്ള ഒരു കറണ്ട് ഇഷ്യൂവിനെയോ വളരെ വലുതാക്കി എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെ? അതിനൊരു ബ്രീഫായിട്ടായിരിക്കും എഴുതിണ്ടാവുക. വലിച്ചു നീട്ടി 2 പേജൊക്കെ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഇന്റർവ്യൂ ഫുള്ള് ആ ഇന്റർവ്യൂവർ ചോദിച്ച ക്വസ്റ്റ്യനും അത് കഴിഞ്ഞ് അവർ പറയുന്ന ആൻസർ അടക്കം അതിലുണ്ടായിരിക്കും. അപ്പോൾ വി ഹാവ് വേരിയസ് മാഗസീൻസ് സച്ച് ആസ് entertainment, science, share markets, sports, glamour, movies. So newspapers are more versatile in content and hence they will never fall short of content as there is always something happening in different parts of the world. Then style എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ catchy headlines focus ചെയ്യും for what? To create interest in the reader. Many reporters and editors are employed in newspapers to prepare സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ട്സ് ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് ആർട്ടിക്കിൾസ്. പക്ഷെ മാഗസീനിൽ വളരെ ലെസ് സ്റ്റാഫ്സേ ഉണ്ടാവുള്ളൂ. ഒരു മാഗസീൻ റൈറ്റർക്ക് വളരെ മോർ ഫ്രീഡം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് വെച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മാഗസീൻസിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇനി ഡിസൈൻ ആൻഡ് ലേഔട്ട് വെച്ച് നോക്കുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ് വളരെ സിമ്പിൾ ലേഔട്ടും ഡിസൈനും ആയിരിക്കും. കണ്ടന്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടന്റ് ആയിരിക്കും. കളർഫുൾ ആയിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള ഇമേജസ് ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ന്യൂസ് പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള പേപ്പറിലായിരിക്കും അത് അടിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ കുറച്ചും കൂടെ കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുണ്ട്, അല്ലെ? സോ അതിനത് വളരെ സിമ്പിൾ ലേഔട്ടും ഡിസൈനും ആയിരിക്കും. കൂടാതെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കളേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ മാഗസീൻസ് അങ്ങനെ ആയിരിക്കില്ല. മാഗസീൻസ് കംപ്ലീറ്റ്ലി ഫുൾ കളർഫുൾ ആയിരിക്കും. ഇപ്പൊ ചില മാഗസീൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില മാഗസീൻസ് തൊഴിൽ വീതി അങ്ങനെയുള്ള ചില മാഗസീൻസ് ഒക്കെ എന്താ പറയാ അങ്ങനെ കളർഫുൾ ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി നോക്കുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നല്ല സൂപ്പർ, അതിനുവേണ്ടി ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ വനിതയുടെ ഇന്റർവ്യൂവിന് ഒരാൾ പോയി എങ്കിൽ അതിനുവേണ്ടി വനിത തന്നെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തി ആ ഫോട്ടോസ് വളരെ അടിപൊളിയായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ സാധാരണക്കാരൻ തൊട്ടിട്ട് ഒരു ഇന്ത്യയിലെ ഏതൊരാളും അല്ലെങ്കിൽ ഒരു ലോകത്തെ എല്ലാവരും വായിക്കുന്ന ഒന്നായിരിക്കും. മെയിൻ ഡിഫറൻസ് ഇവിടെ ഒരു ടാർഗറ്റ് ഓഫ് ഓഡിയൻസ് തന്നെയാണ്. മാഗസീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾസിനാണ് ഇത്
ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ വനിത ഗൃഹലക്ഷ്മിയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ സ്പോർട്സ് ടൈപ്പുള്ള മാഗസീൻസ് അല്ലെങ്കിൽ കാറിന്റെയും മറ്റു ബ്രാൻഡുകളുടെ മാഗസീൻസ് ഒക്കെ പുരുഷന്മാർക്ക് വായിക്കാനായിരിക്കും. കൂടാതെ സാമ്പത്തികം എക്കണോമിസ്റ്റുകൾക്ക് വായിക്കാൻ തരത്തിലുള്ള എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള മാഗസീൻസ് ഉണ്ട്. ഓരോ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മാഗസീൻസ് ഉണ്ട്. അപ്പം ടാർഗറ്റ് ഓഡിയൻസ് ഓഫ് എ മാഗസീൻ ഇസ് യൂഷ്വലി സെപ്പറേറ്റഡ് geographically, but they share common interest ഉണ്ടായിരിക്കും. ഫാഷൻ, ബ്യൂട്ടി അങ്ങനെയൊക്കെ. ഇനി റീഡബിലിറ്റി. News stories are usually written in a matter of fact style, but magazines employ colorful language so as to make the content enjoyable. Then advertisements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ പേജ് ഒക്കെ മാഗസീനിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലും ഓഫ് കോഴ്സ് ഉണ്ടാവും, ഒരു ഫുൾ പേജ് ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് വലിയൊരു എമൗണ്ടും പറയും. അല്ലെങ്കിൽ വളരെ ഒരു എവിടെയെങ്കിലും കോർണറിലൊക്കെ ആയിരിക്കും ഒരു ചെറിയ ആഡ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ മാഗസീൻ അങ്ങനെയായിരിക്കില്ല. മാഗസീന്റെ സെന്റർ പേജും ഫുൾ പേജസും ഒക്കെ ആയിട്ട് അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതും ഇത് പറഞ്ഞ പോലെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ആഡുകളായിരിക്കും. ന്യൂസ് പേപ്പറിലെ ആഡ്സ് അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഫ്രണ്ട് പേജിൽ ഫുൾ ആയിട്ട് കൊടുക്കുന്നതല്ലാതെ മറ്റേ ആഡുകളൊക്കെ വളരെ വിരളമായിട്ട് ആളുകൾ വായിക്കുന്നുണ്ടാവുള്ളൂ. സോ then visual strength എന്ന് പറയുന്നത്, visual strength of magazine is enhanced with the effective use of color in magazines. In magazines we can also use a color background, whereas newspapers normally have only a white background. അല്ലെ? ഇനി ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇത് സൂക്ഷിച്ചു വെക്കുന്ന കാര്യമാണ്. Another strength of magazine is longer life. അല്ലെ? Newspapers are read only once and then discarded. In contrast, magazines are commonly kept for several days, weeks or months in magazine racks, which provides for possible repeat reading. ചില ആർട്ടിക്കിൾസ് ഒക്കെ ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ അത് വായിക്കുന്നതിന് വേണ്ടി ഈ മാഗസിൻ ചൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇനി മാഗസിന്റെ ഒരു ബേസിക്സ് ഓഫ് മാഗസിൻ റൈറ്റിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതാണ് മാഗസിൻ എന്താണ് മനസ്സിലായി, ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ മാഗസിൻ റൈറ്റിംഗിന്റെ ഒരു അതിന്റെ ഒരു ജോയ് എന്ന് പറയുന്നത് അത് അതിന്റെ വെറൈറ്റി തന്നെയാണ്. എനിത്തിങ് ഫ്രം എ സെലിബ്രിറ്റി ഇന്റർവ്യൂ to a food recipe can be the topic for magazine articles, and this variety demands versatility. Coverage of events for magazines offers challenges as well as opportunities to journalists. നമുക്ക് അവിടെ ഒരു സാധ്യതയില്ലാത്തതില്ല. നമുക്ക് ഏത് ടോപ്പിക്കും ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെയുണ്ട്. സോ അതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം, ഒരു കുട്ടി ഒരു ക്രാഫ്റ്റ് വെച്ച് കുറച്ച് സമ്പാദിച്ചു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു സ്റ്റോറി നമുക്ക് ചെയ്യാം. അത് കുറച്ച് ക്രിയേറ്റീവായി നല്ല ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് എഴുതാം. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം effective magazine writing is accessible, interesting, lively, colorful. അല്ലെ? So the most important characteristics അല്ലെങ്കിൽ അതിന്റെ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് know whom you are writing for and their interest and concerns. സോ നമ്മളുടെ ഓഡിയൻസ് ആരായിരിക്കും, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഈ എഴുതുന്ന വ്യക്തിക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ വളരെ അക്യുറേറ്റും റീഡബിളും ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ആൻഡ് have an attention grabbing intro. അതായത് നമുക്ക് വളരെ ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോ കൊടുക്കാൻ സാധിക്കണം. വളരെ രസത്തിൽ എഴുതാൻ ടാലന്റഡ് ആയിരിക്കണം. Keep materials and sentences short and promote a vibrant style. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മാഗസിൻ റൈറ്റിങ്ങിന്. പക്ഷെ ന്യൂസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പഠിച്ചൊരു ഇൻവേർട്ടഡ് പിരമിഡ് ഫോർമാറ്റ് ഉണ്ട്, ഗ്ലാസ് അവർ ടൈപ്പ് ഫോർമാറ്റ് ഉണ്ട്, ഒരു ബോഡി ലാംഗ്വേജ്, ദെൻ ലീഡ്, ഇൻട്രോ, അങ്ങനെ കൺക്ലൂഷൻ, അങ്ങനെയൊക്കെ ഒരു സ്റ്റൈലൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ മാഗസിൻ അങ്ങനെ ഒരു സ്റ്റൈലൊന്നും ഇല്ല. ഒരു മാഗസിൻ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോറി പറയാണ്, വി ആർ ടെല്ലിങ് എ സ്റ്റോറി അല്ലെ? ആ സ്റ്റോറി പറയുമ്പം നമുക്കൊരു ബിഗിനിങ് വേണം, ഒരു മിഡിൽ ആൻഡ് ഒരു എൻഡ് വേണം. It also means you need to think about where you are taking
your reader and create a logical path. അതായത് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ നരേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റീഡറുടെ മനസ്സ് അത് കൂടെയൊക്കെ പോകുന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. സോ ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം. ബിഗിനിങ് എന്ന് പറയുമ്പോൾ you need to find a way to grab the audience. For example, you can begin an article with a quote or an എന്താ പറയാ, നമ്മളിപ്പോ ഒരാളെ ഒരു ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല വാക്കുകളും ഉപയോഗിക്കില്ലേ, അത് വെച്ചിട്ട് നല്ലൊരു രസത്തില് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ ആ ഒരു ഇപ്പൊ ഒരു തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ ആ ഒരു തിരുവനന്തപുരം സ്ലാങ് ടൈപ്പില് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുകൾ കുറച്ചും കൂടെ ആ ഒരു റീഡേഴ്സ് അറ്റൻഷൻ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ മിഡിൽ ഓഫ് ദ ബിഗിനിങ് അങ്ങനെയായിരിക്കും. അപ്പൊ ഗ്രാബ് ചെയ്യണം ഒരു ഓഡിയൻസിന്റെ ആ ഒരു ഇത്. മിഡിൽ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പം നമ്മളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പീപ്പിൾസിനോട് സംസാരിക്കുകയാണ്. അപ്പൊ അവര് നമ്മള് സംസാരിക്കുന്നത് ഈ ഒരു സ്റ്റോറിയിലൂടെ അവർക്ക് മനസ്സിലാവും. സോ ഇഫ് യുവർ ഇന്റർവ്യൂവീ സേസ് സംതിങ് ഗുഡ്, യൂസ് എ കോട്ട് rather than the reporter speech. This makes your magazine's article, ഇപ്പം അത് ഇയാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ന്യൂസ് ആയി പോകും. പക്ഷെ അതിനെക്കുറിച്ചും കൂടെ വർണ്ണിച്ച് രസത്തിൽ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ്, അവരുടെ ആ ഒരു സംഭാഷണം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണാറില്ല, അത് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ഇന്റർവ്യൂവറും ഒരു ഇന്റർവ്യൂവിയും ഇരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാങ് ആണ്. ദിസ് കുഡ് ബി ഇൻ ഫോം ഓഫ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു റിവിലേഷൻ ഓർ അനദർ കോട്ട്. ഇനി എക്സ്ട്രാ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻഫോർമേഷൻ അവിടെ നിന്ന് എടുത്തു അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് നമ്മൾ അവിടെ കൊടുക്കും. യു ഓഫൺ ഹാവ് ഇൻഫോർമേഷൻ ലെഫ്റ്റ് ഓവർ ദാറ്റ് ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ടു ദ മെയിൻ പോയിന്റ്സ്. So don't get rid of this. Use to create a sidebar or table or as the starting point for another article. Okay, ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് കൂടെ അവിടെ കൊടുക്കണം. ഇനി മാഗസീന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. മാഗസീൻ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് സ്റ്റൈൽ is always personal. It's your own. Like your signature, it is unique and distinct. ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും അല്ലെ. അപ്പൊ പല തരത്തിലുള്ള റൈറ്റിംഗ് സ്റ്റൈലുകളുണ്ട്. ഒന്ന് നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്റ്റോറി, ഒരു കഥ പറയുന്ന പോലെ എഴുതുക അല്ലെ. That provide an account of connected events. You will need to tell a story in such a way that the audience learns a lesson or gains an insight. നമ്മൾ ഒരു സിനിമ കണ്ട പോലെ നമുക്ക് ആ ഒരു നരേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. ഇനി സീരിയലൈസ്ഡ് നരേറ്റീവ് റൈറ്റിംഗ് ഉണ്ട്. സീരിയലൈസ്ഡ് നരേറ്റീവ് റൈറ്റിംഗ്, അതിൽ യു കാൻ ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഹിയർ ദ റൈറ്റർ റിയലി അണ്ടർസ്റ്റാൻഡ്സ് ഹൗ ടു ഹോൾഡ്. അതായത് നമ്മള് പണ്ടൊക്കെ മനോരമയിലൊക്കെ ഓരോ സീരിയലിന്റെ എപ്പിസോഡ് എഴുതുന്ന പോലെ ഇരുന്ന് കഥകൾ എഴുതും. അപ്പം നമ്മൾ ആ ഒരു തുടരും എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ആ ഒരു മാഗസീന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ അമ്മമാരുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള സ്റ്റോറീസ് ഒക്കെ കുറവാണെന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് ഹൗ ടു ഹോൾഡ് എ റീഡർ എന്ന് ആ ഒരു റൈറ്റർക്ക് അറിയും. ദാറ്റ്സ് ദ സ്കിൽ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ദി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ അയാൾ കഥ എഴുതുകയാണ്, അത് തന്നെ അതില് മഞ്ചാടി വേണ്ട ഒരു മാഗസീനെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ സീരിയലൈസ്ഡ് നരേറ്റീവ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It focuses on describing a character, an event or a place in great details. It is sometimes poetic in nature, in which the author is specifying the details of the event rather than just the information of that event. Okay, ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് വളരെ ഡിസ്ക്രിപ്റ്റീവായി വളരെ വർണ്ണിച്ച് എഴുതുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി വരുന്നത് പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംതിങ് കൺവിൻസ് ചെയ്യാണ്, കൺവിൻസിങ് സംവൺ. It requires great skill and effort to convince your readers to endorse your point. നമ്മളുടെ പോയിന്റ്സ് അവരെ കൺവിൻസ് ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. നമ്മൾ ഒരു ആളോടൊരു ആർഗ്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു കേസ് പ്രൂവ് ചെയ്യാണ്,
by presenting some ideas that follow in logical progression. It aims to convince a targeted audience. Okay. ഇനി imaginative writing. Imaginative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Imaginative എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയാസ്, ഇഷ്യൂസ്, ആർഗ്യുമെന്റ്സ് ഒരു ഇമാജിനേറ്റീവ് ആൻഡ് ക്രെഡിബിൾ വേയിൽ നമ്മളതിനെ ത്രൂ ഡിസ്ക്രിപ്ഷൻ, ക്യാരക്ടർ, സെറ്റിംഗ്സ്, figurative languages. Okay. Imaginative writing assumes the form of fiction, specifically of short story. നമുക്ക് അത് കാണാൻ സാധിക്കുന്ന പോലെ എഴുതാം. That is imaginative. വിഷ്വൽ റൈറ്റിംഗും ഇതുപോലെ തന്നെ നമുക്ക് വിഷ്വലി അത് ഫീൽ ചെയ്യുന്ന തരത്തിൽ എഴുതുന്നതാണ് വിഷ്വൽ. ഗുഡ് ലാംഗ്വേജ് ആയിരിക്കണം ഫോർ സ്റ്റോറി ടെല്ലിംഗ് ഇൻ എനി മീഡിയം. അത് it creates depth, quality and pacing, and its style is not an extension of the writing. ഇനി multiple and inverted pyramid type ഉണ്ട് കേട്ടോ. Multiple and inverted pyramid. അപ്പോൾ multiple inverted pyramid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers to a style of writing which informs and entertain the readers through self-sufficiently built plots of information, and each of which may be arranged in the form of an inverted pyramid. And the fact is that the idea of the whole story is spilled in the first paragraph itself. Okay, അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് നമ്മൾക്ക് ഉള്ളത്. ഇനി മാഗസീൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഓഫ് മാഗസീൻ. അപ്പം magazines shape our lives, telling us what to wear, what to eat and what to think about. Although this is the age of the internet, we continue to enjoy magazines, admire their pages, photos, illustrations and headlines. This popularity is due to the fact that magazines cater to all sorts of interests and passions. Most magazines look more or less the same at first glance, but they target different audiences. 1700 in a time of increased literacy and intellectual development among the society in Europe, thus the hunger for knowledge enabled magazines to become a popular cultural staple. So ഈ ഒരു പ്രിന്റ് മീഡിയത്തിന് ശേഷം നമ്മളുടെ ഒരു വലിയ റവല്യൂഷൻ തന്നെയാണ് സംഭവിച്ചത്. കൾച്ചറിൽ വരെ മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. സോ English printers produced 3 essay periodicals that set the stage for modern magazines. 1704 Daniel Defoe's The Review എന്നൊരു മാഗസിൻ ഉണ്ടാക്കി. Then Sir Richard Steele's Tatler, പിന്നെ സ്പെക്ടേറ്റർ, അങ്ങനെ കുറെ മാഗസിൻസ് ആ സമയത്ത് വന്നു. അപ്പം in 1731 ഒരു ഇംഗ്ലീഷ് മാൻ, അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് കേവ് ആണ്. അദ്ദേഹമാണ് ഒരു പീരിയോഡിക്കലിനെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ജെന്റിൽമെൻസ് മാഗസിൻ, അതാണ് വേൾഡിലെ ആദ്യത്തെ മാഗസിൻ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഈ കളർഫുൾ സ്കെച്ചസ് ഒക്കെ ആളുകൾക്ക് ഇഷ്ടമായി. അങ്ങനെ അത് വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്ന് മാഗസിന്റെ ഒരു ഉത്ഭവം അവിടെ സംഭവിക്കുകയാണ്. അപ്പം മാഗസീൻസ് ഇന്ത്യയിൽ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചസ് മാഗസീൻസ് വരുത്തി എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം the journalistic revolution in India came from the magazine sector. In the Indian magazine scenario, general interest magazines are flourishing and special interest magazines are growing in number. The first breakthrough in Indian magazine industry was made by Stardust, which entered the old fan magazine culture of film journalism and introduced bright, witty celebrity journalism to India. Second breakthrough വന്നത് ഇന്ത്യ ടുഡേ ആണ്. അതാണ് ശരിക്കും ഇന്ത്യയിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു first successful attempt at quality upmarket serious journalism, and it was well produced, well written and covered politics and social trends with style. Then ഇപ്പോൾ ഒരുപാട് മാഗസീൻസ് ഉണ്ട്. ഔട്ട്ലുക്ക്, ഫ്രണ്ട് ലൈൻ, ഫെമിന,
competition success, Vanida, that have been quite successful in catching the attention and imagination of people. അപ്പോൾ നമുക്ക് ഈ ഒരു മാഗസീനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പഠിക്കാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങളൊന്ന് ജസ്റ്റ് കേൾക്കാം. താങ്ക് യു.